ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിലപാട് കടുപ്പിച്ച് അസം സർക്കാർ. NRCക്ക് അപേക്ഷിക്കാത്തവർക്ക് ആധാർ കാർഡ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡുകൾ കൈപ്പറ്റിയെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികളിലേക്കാണ് അസം സർക്കാർ കടക്കുന്നത്. അനധികൃതമായി കുടിയേറിയവർക്ക് ആധാർ കാർഡ് ലഭിച്ചു എന്നതിന്റെ തെളിവാണ് ദുബ്രി, ബാർപേട്ട, മോറിഗാവ് ജില്ലകൾ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ ഇവിടെ ജനസംഖ്യയേക്കാൾ കൂടുതലായി ആധാർ കാർഡുകൾ ലഭ്യമാക്കി. അതിനാൽ തന്നെ ഇനി അസമിൽ ആധാർ കാർഡുകൾക്ക് അപേക്ഷിക്കുമ്പോൾ 2015 NRCക്ക് നൽകിയ അപേക്ഷയുടെ നമ്പർ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നാണ് അസം സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആധാർ കാർഡ് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേര് NRCയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. എന്നാൽ ആധാർ കാർഡ് അപേക്ഷകൻ നിർബന്ധമായും 2015 NRCക്കായി അപേക്ഷ നൽകിയ വ്യക്തിയാകണം. 2015 NRCക്ക് അപേക്ഷിക്കാത്ത ആളുകളെ കുടിയേറ്റക്കാരായി തന്നെ കണക്കാക്കും. ഇതിനായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. NRCക്ക് അപേക്ഷിച്ച 3.3 കോടിയിൽപ്പെടാത്ത ജനങ്ങൾക്ക് ഇനിമേലാൽ ആധാർ കാർഡ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആധാർ കാർഡ് നൽകുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും അസം സർക്കാരിന് പ്രത്യേക വിവേചനാധികാരമുള്ളതിനാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി കരസ്ഥമാക്കിയാലേ ആധാർ കാർഡ് ലഭ്യമാക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.